MSMEകൾക്കും ചെറിയ സംരംഭകർക്കും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് പല തരത്തിലുള്ള സപ്പോർട്ടും ഇനിഷ്യേറ്റീവ്സും എടുക്കുന്നുണ്ട്. മുദ്ര പോലെയുള്ള പ്രോജക്ട്സ് എല്ലാം ഇത് ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ്. ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ അപ് ടു ഒരു 20 lakhs വരെ മുദ്ര യോജനയിൽ അവർ ഫിനാൻസ് ചെയ്യും. അപ്പം ഇനിഷ്യലി മേ ബി 10 lakhs വരെയൊക്കെ കിട്ടുള്ളൂ, പക്ഷേ അപ് ടു 20 lakhs വരെ ഇത് ചെയ്യും. ബാങ്കുകൾക്ക് ഗവൺമെൻറ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കാണ് 20 lakhs വരെ കൊളാറ്ററൽ ഇല്ലാണ്ട് ലോൺസ് കൊടുക്കണം. ബിസിനസ് ഓണർ അവരുടെ ബിസിനസ് ഐഡിയ എന്താണെന്നുള്ളത് റൈറ്റിംഗ് ആക്കി അതിൻ്റെ ഒരു റവന്യൂസും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും പ്രൊജക്റ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. പ്ലസ് അതർ ഡീറ്റെയിൽസ് മാറ്റർ. ഇപ്പം ഈ ബിസിനസ് ഓണറുടെ പ്രീവിയസ് ക്രെഡിറ്റ് ഹിസ്റ്ററി, സിബിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ബാങ്ക് അത് ഫിനാൻസ് ചെയ്യും. അപ്പോൾ അതിന് കൺസെഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഒരു 10-11 ആ റേഞ്ചിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പക്ഷേ ഒരു ഇനിഷ്യൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് അതെപ്പോഴും ഒരു വലിയ സപ്പോർട്ടായിരിക്കും. ഈവൻ ഞങ്ങൾ വരെ ബിസിനസ് തുടങ്ങിയ സമയത്ത് മുദ്ര ലോൺസ് എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ CGTMSE പറഞ്ഞത് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാം. ഐ തിങ്ക് 2 crores വരെയാണെന്ന് തോന്നുന്നു ലോൺ കൊടുക്കാം ബിസിനസ് ഓണേഴ്സിന്. അതിന് ഗ്യാരണ്ടി ഗവൺമെൻറ് ചെയ്യും. ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇത് ഗ്യാരണ്ടി ചെയ്യുവാണ്. അപ്പോൾ ആ ഗ്യാരണ്ടി ഗവൺമെൻറ് ചെയ്യുന്നതിന് ഒരു 1% or 2% ഫീ ഈ ബിസിനസ് ഓണർ അവർക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലോൺ കിട്ടും. അപ്പം ഇത്രയും വലിയൊരു തുക ഈ ബിസിനസ് ഓണർക്ക് കിട്ടണമെങ്കിൽ ബിസിനസ് ഓണർ നോർമലി ആണെങ്കിൽ കൊളാറ്ററൽ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ കൊളാറ്ററൽ ഇല്ലാത്ത ഒരു നല്ല ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓണർക്ക് ഇത് CGTMSE ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടാണ്.